ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1997 പുറത്തിറങ്ങിയ മുകേഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 97 മുകേഷ് ആകെ 7 ചിത്രങ്ങളാണ് അഭിനയിച്ചത്. കോമഡി ചിത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ 97 മുകേഷിന് എന്നാൽ സാമ്പത്തിക വിജയങ്ങൾ വളരെ കുറവായിരുന്നു. ഇനി ഏതൊക്കെയാണ് 97 മുകേഷ് ചിത്രങ്ങളെന്ന് നോക്കാം. 1997 മുകേഷ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 7 തിയേറ്ററുകളിലെത്തിയ മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ. അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. AK സാജൻ, AK സന്തോഷ് തിരക്കഥാ സംഭാഷണമൊരുക്കിയ ഈ ചിത്രത്തിൽ കനകയായിരുന്നു നായിക. ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, സുബൈർ, ബൈജു, TP മാധവൻ, അനുഷ, കലാഭവൻ മണി, ജഗതി ശ്രീകുമാർ തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ. രാജസാഗർ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രവീന്ദ്രനായിരുന്നു. 97 മുകേഷിൻ്റെതായി പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 21 തിയേറ്ററുകളിലെത്തിയ വംശം. ബൈജു കൊട്ടാരക്കര സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ ആയിരുന്നു. റെജി മാത്യു തിരക്കഥാ സംഭാഷണമൊരുക്കിയ വംശത്തിൽ സുകുമാരൻ, രതീഷ്, ജനാർദ്ദനൻ, ബൈജു എഴുവന്ന, ഭീമൻ രഘു, സായികുമാർ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ശ്രീജയ നായികയായെത്തിയ ഈ ചിത്രത്തിൽ മുകേഷ് സീരിയസ് ആയ ഒരു വേഷമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ പോയ വംശം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. മാതാ മൂവീസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 97 മുകേഷ് അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 28 തിയേറ്ററുകളിലെത്തിയ ഒരു മുത്തം മണിമുത്തം. സാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. പുതുമുഖം വൈഷ്ണവിയായിരുന്നു ഈ ചിത്രത്തിലെ നായികാവേഷം കൈകാര്യം ചെയ്തത്. മണി ഷൊർണു തിരക്കഥയും സംഭാഷണമൊരുക്കിയ ഒരു മുത്തം മണിമുത്തം എന്ന ചിത്രത്തിൽ ശ്രീവിദ്യ, ഹരിശ്രീ അശോകൻ, NF വർഗീസ്, ജനാർദ്ദനൻ, KPSC ലളിത, ലാലു അലക്സ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. മഹിമ മൂവീസ് നിർമ്മിച്ച ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഒരു മുത്തം മണിമുത്തം. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 97 മുകേഷ് അഭിനയിച്ച നാലാമത്തെ ചിത്രമായിരുന്നു മാർച്ച് 21 തിയേറ്ററുകളിലെത്തിയ കല്യാണ കച്ചേരി. അനിൽ ചന്ദ്ര സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മുഴുനീള കോമഡി കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മുകേഷിന്റെ നായികയായി ആദ്യമായി ശോഭന അഭിനയിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രാജൻ കിരിയത്തും വിനു കിരിയത്തും ചേർന്നായിരുന്നു നിർവഹിച്ചിരുന്നത്. കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ കല്യാണ കച്ചേരി എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ചലനം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു കല്യാണ കച്ചേരി. ജഗതി ശ്രീകുമാറും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ബൈജു, NF വർഗീസ്, അഗസ്റ്റിൻ, മാമുക്കോയ, KPSC ലളിത തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 97 മുകേഷ് അഭിനയിച്ച അഞ്ചാമത്തെ ചിത്രമായിരുന്നു മെയ് 1 തിയേറ്ററുകളിലെത്തിയ കല്യാണ പിറ്റേന്ന്. KK ഹരിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മുകേഷിനെ കൂടാതെ ദിലീപും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഫാമിലി കോമഡി എന്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ കല്യാണ പിറ്റേന്ന് കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു കല്യാണ പിറ്റേന്ന്. മിലൻ ജനീൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാറും മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. നരേന്ദ്രപ്രസാദ്, കലാഭവൻ മണി, ഗണേഷ് കുമാർ, പ്രിയാരാമൻ, അഞ്ജു അരവിന്ദ്, അനുഷ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി. VC അശോക് തിരക്കഥാ സംഭാഷണമൊരുക്കിയ കല്യാണ പിറ്റേന്നിൽ മുകേഷ്, ദിലീപ്, കലാഭവൻ മണി, ജഗതി ശ്രീകുമാർ എന്നിവരുടെ മികച്ച കോമഡി രംഗങ്ങൾ അക്കാലത്ത് തരംഗമായിരുന്നു. 97 മുകേഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 30 തിയേറ്ററുകളിലെത്തിയ ന്യൂസ് പേപ്പർ ബോയ്. നിസാർ സംവിധാനം ചെയ്ത ഈ ലോ ബഡ്ജറ്റ് ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ചിത്രമായിരുന്നു. ബാബു ജനാർദ്ദനൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ന്യൂസ് പേപ്പർ ബോയിൽ ജഗതി ശ്രീകുമാർ, കലാഭവൻ മണി,
സൈനുദ്ദീൻ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, സുമാ മേനോൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ പോയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. മുകേഷിന് കരിയറിൽ യാതൊരു നേട്ടവും നൽകാതെ പോയ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം വിൽസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 97 മുകേഷ് അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു നവംബർ 14 തിയേറ്ററുകളിലെത്തിയ സുവർണ സിംഹാസനം. സുരേഷ് ഗോപിയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മുകേഷ് സീരിയസ് ആയൊരു കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ജ്യോതി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സുവർണ സിംഹാസനം PG വിശ്വംഭരനായിരുന്നു സംവിധാനം ചെയ്തത്. രഞ്ജിത നായികയായി എത്തിയ ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും കലു ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു സുവർണ സിംഹാസനം. ജഗദീഷ്, അഞ്ജു അരവിന്ദ്, നരേന്ദ്രപ്രസാദ്, ജഗതി ശ്രീകുമാർ, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഔസേ ബച്ചനായിരുന്നു സുവർണ സിംഹാസനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 97 മുകേഷ് അഭിനയിച്ച 7 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചു. ബാക്കി 5 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ വെറും 29% മാത്രമാണ്. ഇത്രയുമാണ് 1997 മുകേഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.